പെസഹായ്ക്ക് പെസഹ അപ്പം ഇല്ലാതെ എങ്ങനെയാണല്ലേ? അരിപ്പൊടിയും ഉഴുന്നും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു മാവിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുവേ. ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. നന്നായിട്ട് കുഴച്ച് ചേർത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. ഈ മാവ് പുളിക്കാൻ പാടില്ല. പുളിക്കാതെയാണ് ഈ അപ്പം ഉണ്ടാക്കേണ്ടത്. ഒരു 11 മണിക്ക് അമ്മ കുഴച്ച് വെച്ചിട്ട് ഒരു 3 മണിയായപ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാത്രത്തിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മളിത് സാധാരണ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ ഒഴിച്ചെടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വൈകിട്ടത്തേക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിൽ നിന്നും അപ്പം ഉണ്ടാക്കി 1-2 അപ്പം ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല വാട്ടി ഇലയ്ക്കകത്ത് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇച്ചാച്ച. നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുതേ.